മൊബൈലിലെ ലോൺ ആപ്പ് വഴി പണമെടുത്ത് തിരിച്ചടവ് മുടങ്ങിയതിനു പിന്നാലെയുള്ള ഭീഷണിയെ തുടർന്ന് 21-കാരൻ ജീവനൊടുക്കി. തിരുവനന്തപുരം ആര്യനാട് സ്വദേശി ആനന്ദ് സച്ചു എന്ന സച്ചുവാണ് ആത്മഹത്യ ചെയ്തത്. പണം നൽകാത്തതിനെ തുടർന്ന് ആനന്ദിൻ്റെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടവർ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചിരുന്നു. ഇതിൽ മനം നൊന്ത് മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ആസിഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു ആനന്ദ്. ഈ മാസം 6-ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ആനന്ദ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ 2 ദിവസം മുമ്പാണ് മരിച്ചത്. സംഭവത്തിൽ കുടുംബം പോലീസിനും സൈബർ സെല്ലിനും പരാതി നൽകി. ആനന്ദിന് തുടർച്ചയായ ഭീഷണി സന്ദേശങ്ങൾ എത്തിയിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. ചേട്ടൻ നമ്മളടുത്തൊന്നും പറഞ്ഞിട്ടില്ല, ഇതിനെ പറ്റി ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷെ ഇടയ്ക്ക് വാട്സപ്പ് ഹാക്ക് ആയതിനെ പറ്റി ചെറുതായിട്ട് നമുക്കറിയായിരുന്നു. വാട്സപ്പ് ഹാക്ക് ആയത് പക്ഷെ നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല. വാട്സപ്പ് ഹാക്കായെന്ന് പറയാതെ വാട്സപ്പിൽ ഞാൻ ഇവന് മെസ്സേജ് അയക്കും, എവിടെയെങ്കിലും പോകുമ്പോൾ എവിടെയാടാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മെസ്സേജ് അയക്കുമ്പോൾ അപ്പോൾ അതിന് മറുപടി തരണേണ്. അപ്പോൾ ഞാൻ കോളേജിൽ പോയിട്ട് വന്ന സമയത്ത് ഇവന് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടപ്പം ഇവ എനിക്ക് റിപ്ലൈ തന്നില്ല, ഒരു ടിക്ക് മാത്രമേ വീണുള്ളൂ. അപ്പോൾ ഞാൻ കരുതി ഇവനെ ബ്ലോക്ക് ആയിരിക്കും എന്ന് കരുതി. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് ഫോൺ ഹാക്ക് ആയതെന്ന്. പക്ഷേ നമ്മളടുത്ത് ഒരു വാക്ക് പറഞ്ഞില്ല, ഹാക്ക് ആയി എന്ന് പിന്നീട് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്തത്. പിന്നീട് ഞാൻ കുറച്ചു പേരടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് ഹാക്ക് ആയെന്ന് മനസ്സിലായതാണ്. അപ്പൊ പിന്നീട് എങ്ങനെയോ ഫോണ് വാട്സപ്പ് ശരിയാക്കി, എന്നിട്ട് എനിക്ക് ഞാൻ SMS ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാണ് അവന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് ടെക്സ്റ്റ് മെസ്സേജ് അയച്ച് അങ്ങനെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് അവന്റെ അടുത്ത് പറഞ്ഞു, എടാ നിന്റെ വാട്സപ്പ് എന്നിട്ട് ചെയ്ത് എന്ന് ചോദിച്ചതിന് ശേഷം അപ്പൊ എങ്ങനെയൊക്കെ ശരിയാക്കിയാണ് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ തുടങ്ങിയത്. ഹാക്ക് ചെയ്തു എന്ന് അറിയാം, കൃത്യമായിട്ടും അറിയാം ഹാക്ക് ചെയ്തെന്ന്. ഈ ഏതെങ്കിലും അൺനോൺ നമ്പറിൽ നിന്ന് ഈ അടുത്ത കാലത്ത് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും മെസ്സേജ് വന്നു, കോളും വന്നു. മെസ്സേജ് വന്നപ്പോഴത്തേക്ക് നമ്മള് ഒന്നും റിയാക്ട് ചെയ്തില്ല. ഞാൻ അപ്പൊ തന്നെ സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോഴത്തേക്ക് അവർ പറയണെന്ന് വെച്ചാൽ നമ്പർ അൺനോൺ നമ്പറാണ്, നമുക്ക് ഒന്നും ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ്. ഞാൻ സ്റ്റേഷനിൽ കംപ്ലൈന്റ്, എന്റെ ഫോൺ ഉൾപ്പെടെ കൊടുത്ത് ഞാൻ കംപ്ലൈന്റ് കൊടുത്തതാണ്. ഞാൻ ഇവിടെ ആര്യനാട് സ്റ്റേഷനിൽ ഞാൻ കംപ്ലൈന്റ് കൊടുത്തതാണ്. ഞാൻ ഇവിടെ എന്റെ ചേട്ടൻ, എന്റെ വലിയച്ഛന്റെ മോനും മാമനും എല്ലാരും വിട്ട് ഞാൻ എന്റെ ഫോൺ ഉൾപ്പെടെ കൊടുത്ത് ഞാൻ കേസ് കൊടുത്തതാണ്. ഈ സംഭവം നടന്ന് പിറ്റേ ദിവസം കറക്റ്റ് 5-ാം തീയതി ഞാൻ കേസ് കൊടുത്തു. 6-ാം തീയതി ഉച്ചയ്ക്ക് 6-ാം തീയതി ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അച്ഛന്റെ ഫോണിൽ കോൾ വന്ന് അവര് വിളിച്ചിട്ട് എന്തുകൊണ്ട് പേയ്മെന്റ് തരുന്നില്ല, എന്ത് പ്രതികരിക്കുന്നില്ല എന്ന് ചോദിച്ചതിന് ശേഷം അച്ഛൻ്റെ അടുത്ത് ഇത്ര രൂപയാണ്, 3000 എത്ര രൂപയെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഏത് ഫൈനാൻസ് എന്ന് ചോദിച്ചപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കണേന്ന് പറഞ്ഞു. പക്ഷെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു മലയാളി വിളിച്ച് ഇത്ര ഇതായിട്ട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് വ്യക്തതയില്ല, എനിക്ക് അറിഞ്ഞൂടാ, അതിനെ പറ്റി എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ അത് കഴിഞ്ഞൊരു അച്ഛൻ കോൾ കട്ട് ചെയ്ത് ഒരു 5 മിനിറ്റിനകത്ത് എന്റെ ഫോണിൽ കോൾ വന്നു. പക്ഷെ അത് ജിയോ സിം ആയതുകൊണ്ട് സ്പാം അലർട്ട് ജിയോ എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൾ വന്നത്. അപ്പൊ അതിൽ പറയണതെന്ന് വെച്ചാൽ അവര് ലാംഗ്വേജ് ഡിഫറെന്റ് ആയിരുന്നു. ആദ്യം ഞാൻ കോൾ വന്നപ്പോഴത്തേക്ക് കട്ട് ചെയ്തു. പിന്നെ എന്റെ ആന്റി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആന്റിക്ക് ഞാൻ ഫോൺ കൊടുത്തപ്പോൾ ആന്റി പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം, കോൾ എന്താണ് അവർ പറയണതെന്ന് നമുക്ക് അറിയാത്തതുകൊണ്ട് റെക്കോർഡ് ചെയ്യാം, നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞ് കോൾ റെക്കോർഡ് ചെയ്തപ്പോൾ അവർ വേറെ ലാംഗ്വേജ് ആണ് എന്ന് വെച്ചാൽ ഹിന്ദിയും തമിഴ് അങ്ങനെയെല്ലാം കൂടെ മിക്സ് ചെയ്ത ലാംഗ്വേജ് ആണ് പറഞ്ഞത്. അപ്പൊ ആ ഹിന്ദി കേട്ടിട്ട് ആന്റി പറഞ്ഞതെന്ന് വെച്ചാൽ പേയ്മെന്റ് എന്തുകൊണ്ട് ഇട്ടില്ല, ലോകം മൊത്തം അറിയിക്കണോ. ആ റെക്കോർഡ് എന്റെ ഉണ്ട്, ഞാൻ റെക്കോർഡ് ചെയ്തു എന്ന് അവർക്ക് മനസ്സിലായതിനു ശേഷം എന്റെ ഫോണിൽ കോളോ മെസ്സേജോ ഒന്നോ വന്നിട്ടില്ല. പക്ഷെ അതിനുശേഷം അച്ഛന്റെ ഫോണിൽ നിരന്തരം വിളിച്ചപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ വീണ്ടും കംപ്ലൈന്റ് കൊടുത്ത് 5-ാം തീയതി കൊടുത്ത് 6-ാം തീയതി വീണ്ടും കംപ്ലൈന്റ് കൊടുത്ത് ഞാൻ സർക്കിൾ സാറിനെ വിളിച്ച് സംസാരിച്ച്. അപ്പോൾ സാറ് പറയണെന്ന് വെച്ചാൽ സൈബറിനെ കൊണ്ട് നേരിട്ട് പരാതി കൊടുക്കുക, അല്ലാതെ വേറൊന്നും സ്റ്റേഷൻ മുഖേന ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ്. അപ്പം ഇത് അച്ഛന്റെ ഫോണിൽ വരുന്ന കോൾ ഏത് നമ്പർ വന്നാലും ബ്ലോക്ക് ചെയ്യാൻ മാത്രമാണ് അവർ പറയണം, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമ്മൾ സ്റ്റേഷനിൽ കൊടുത്തപ്പോഴത്തേക്കും പെറ്റീഷൻ കൊടുത്തപ്പോഴത്തേക്കും അങ്ങനെയാണ് പറഞ്ഞത്. സൈബറിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾ സൈബറിൽ കൊടുക്കുന്നാണ് പറയണത്. സൈബർ സെല്ലിൽ നമ്മൾ പരാതി കൊടുത്തില്ലായിരുന്നു അല്ലേ? സൈബറിൽ ഞങ്ങൾ ഇവിടുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാരെയും നമുക്ക് സാഹചര്യം അനുസരിച്ച് എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു സാർ, എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ എല്ലായിടത്തും പറഞ്ഞ് സൈബറിലും പരാതി കൊടുക്കാം. അപ്പം ചേട്ടന്റെ ഫോൺ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ചേട്ടന്റെ ഫോൺ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് സ്റ്റെപ്പ് ഇത് കംപ്ലൈന്റ് കൊടുത്തെങ്കിലും അത് വീണ്ടും അവര് റിപ്പീറ്റ് ചെയ്ത് അത് നമ്പർ ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. അവർ ഓരോ റീസൺ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം ഓരോ നമ്പറിൽ നിന്ന് വിളിക്കുന്നത് കൊണ്ട് ഒന്നും ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പം അവർക്കല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന ആ ഒരു ഇത് ഇപ്പോഴും ഉണ്ട്. ഓരോ പ്രാവശ്യം കൊടുത്തു കഴിയുമ്പോഴും അവർ വീണ്ടും ഓരോ നമ്പറിൽ നിന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ അവര് നമുക്ക് ഇപ്പൊ ഒരു നമ്പർ ആയാലും അതിന് ഒരു ലൊക്കേഷൻ നോക്കാനായാലും നമുക്ക് വിദ്യാഭ്യാസം ഇത്രയേ ഉള്ളൂ എങ്കിൽ പോലും നമുക്കൊരു നമ്പര് ഇപ്പം സൈബറിലായാലും ട്രേസ് ചെയ്യാൻ പറ്റും എന്നൊരു ബോധം നമുക്കുണ്ട്. തീർച്ചയായും അങ്ങനെ ഒരു വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നുവെച്ചാൽ ഒരു നമ്പർ ട്രേസ് ചെയ്യാനും അതിന്റെ ടവർ ലൊക്കേഷൻ നോക്കാനും നമ്മളിപ്പോ സിനിമയിലായാലും കണ്ടിട്ടുണ്ട്. ടവർ ലൊക്കേഷൻ നോക്കാനായാലും അതിനെപ്പറ്റി എന്തെങ്കിലും സാഹചര്യം നമുക്ക് എന്തെങ്കിലും നോക്കാൻ പറ്റും. പക്ഷെ ഇവർ പറയും തോറും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയണ എന്തുകൊണ്ടെന്ന വ്യക്തത എനിക്കില്ല. അവർക്കറിയില്ല ഏത് റൂട്ടിലേക്കാണ് പോവേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ളത്. ശരിക്കും അവരത് സീരിയസ് ആയിട്ട് എടുത്ത് അന്ന് തന്നെ സൈബർ സെല്ലിലേക്ക് ഈ ഒരു തീർച്ചയായിട്ടും കൊടുക്കാമായിരുന്നു. ഇവർക്കറിയില്ല, കാരണം പോലീസ് അത് കേസ് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലീസ് ഇത് കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇവരെ കൂടെ നിർത്തിക്കൊണ്ടും അവർ ചെയ്യാമായിരുന്നു. ഇപ്പം അവർക്ക് അവരുടെ ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് അപ്പൊ നഷ്ടപ്പെട്ടത്. എത്രമാത്രം സീരിയസ് ആണ്. കരച്ചിൽ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. ആരായാലും ആർക്കായാലും നഷ്ടം തന്നെയാണ്. ആ അമ്മ വെച്ചാൽ എത്ര നാളിനി അത് ആലോചിച്ച് കരഞ്ഞറിഞ്ഞ് ജീവിക്കും. എന്നാണ് നമ്മുടെ ഈ സിസ്റ്റംസ് ഒക്കെ നന്നാവണമെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു പിടിയുമില്ല, കാലം കൈവിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഇതുപോലുള്ള ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിലും ഇങ്ങനെ ആപ്പിന്റെ ഇടപെടല്, ഗെയിമിന്റെ ഇടപെടൽ അറിയില്ല. അത് ഒന്നാമത്തെ കാര്യം, അച്ഛനും അമ്മയും അറിയുന്നില്ല. അതാണ് പ്രധാന പ്രശ്നം. മാത്രമല്ല അറിഞ്ഞാലും ഈ തലമുറ നിയന്ത്രിക്കാൻ പറ്റില്ല. അത് പ്രത്യേകിച്ചും അമ്മയ്ക്കും അച്ഛനും അറിയില്ലല്ലോ ഏതാണെന്നുള്ളത് അറിയില്ല. പഠിക്കുന്ന കുട്ടിയൊക്കെ അറിയാൻ സാധിക്കും. പിന്നെ അത്രത്തോളം നമ്മൾ സ്വാതന്ത്ര്യത്തോടുകൂടി മക്കൾ അങ്ങനെ വളർത്താൻ പറ്റില്ല. നമ്മൾ സ്വാതന്ത്ര്യം കാണിക്കാനും പറ്റില്ല. അത് വേറൊരു സത്യം. അവരെ മനസ്സെടുക്കത്തക്ക രീതിയിൽ തന്നെയും എന്നാലും അവര് പറയില്ല. അവരോട് ഫോൺ വയ്ക്കാനോ അതൊന്നും പറയാൻ പറ്റത്തില്ല. ഡെയിലി ഓരോ വാർത്തകൾ നമ്മൾ കാണുന്നതാണ്. അതെ അതെ, സാധ്യമല്ല. കൊച്ചു പെട്ടുപോയി അങ്ങനെ പറയാം. നഷ്ടം ആർക്കായി? അമ്മയ്ക്കും അച്ഛനും. അപ്പോൾ ഈ വർക്കിന് പോകുന്ന ആ സ്ഥാപനത്തിൽ വെച്ചിട്ടാണ്, അതിൻ്റെ പിൻവശത്ത് വെച്ചിട്ടാണ് ഈ കുട്ടിയെ പോയിസൺ അടിക്കുന്നത്, പോയിസൺ ആസിഡ് അടിക്കുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി അതിൻ്റെ ബോട്ടിലും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഇല്ലാതായൊരു സാഹചര്യം ഉണ്ടായി. പോലീസ് അത് പിന്നെ അന്വേഷിച്ചായിരുന്നു, അത് അങ്ങോട്ട് പോയി അത് ആരും കൊണ്ട് കളഞ്ഞു, ആരും മറവ് ചെയ്തു ഇല്ല. അവർ ഫർദർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ CCTV വന്നിട്ട് CCTV ആ കടയുടെ ഒരു സൈഡ് ആംഗിളുണ്ട്, പിന്നെ ഫ്രണ്ട് ആംഗിളേ ഉള്ളൂ. പുറകുവശം എന്താണെന്നുള്ളതോ പുറകുവശത്ത് എന്താണ് നടക്കുന്നതെന്നുള്ളതോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അത് ആ ഷോപ്പിലുള്ളവർ അവൻ്റെ കൂട്ടുകാർ തന്നെയാണ്. അവൻ്റെ കൂട്ടുകാർ അവർ പറഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അവർ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ അറിയാവുന്നുള്ളൂ. പിന്നെ ബാക്കി അവൻ്റെ ഫോൺ ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയ കാര്യങ്ങളാണ് ഞങ്ങൾ ഷെയർ ചെയ്ത്. പിന്നെ അവനെ ഭീഷണിപ്പെടുത്തുന്ന വാട്സപ്പിൽ വന്ന സന്ദേശങ്ങളെല്ലാം ഞങ്ങൾ സ്ക്രീൻഷോട്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാവുന്ന ഏതാനും പേര് ഈ പ്രദേശത്ത് എവിടെയോ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയും പറയാം. നമുക്ക് പലരും പറയുന്നത്, ഒരാൾ പറയുന്ന അവൻ്റെ കൂട്ടുകാർ പറയുന്നതിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട്. ഒരാൾ പറയുന്നതല്ല മറ്റൊരാൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും എടുത്തു ചോദിക്കുകയാണെങ്കിൽ അവർ പറയുന്ന ഉത്തരങ്ങളിൽ മാറ്റങ്ങളുണ്ട്. നമുക്കറിയില്ല. അപ്പോൾ ഒരുപക്ഷെ അവരും അറിയാതെ ഈ ഒന്നിലധികം ആൾക്കാരുടെ അതായത് ഈ ലോൺ എടുത്തതും ആപ്പ് ഡൗൺലോഡ് ചെയ്തതും ഒക്കെ ഏതോ ഒരു ടീമിൻ്റെ കൈകളിൽ പെട്ടുപോയിട്ടുണ്ടാവണം ഈ ഒരു സംഘം എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് കൂടെ നിൽക്കുന്നവർക്കും തക്കതായ ഒരു മറുപടി ഇപ്പോഴും പോലീസിന് നൽകാൻ കഴിയാത്തത്. മാത്രമല്ല, കുടുംബം ആരോപിക്കുന്ന ഒരു ദുരൂഹത ഇതിലുള്ളത്, ഒരു കാരണവശാലും ഈ യുവാവിനെ സംബന്ധിച്ച് ഇങ്ങനെ ഫാമിലിയുമായി ബന്ധപ്പെട്ട് ഒരു ജീവൻ നശിപ്പിച്ച് കളയത്തക്കവണ്ണമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആളല്ല. എന്തെങ്കിലും സൂചന ഇതുമായിട്ട് മുമ്പ് അദ്ദേഹം നൽകിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോഴായാലും ഞാൻ എൻ്റെ വീട് കുറച്ച് അപ്പുറത്താണ്, ഒരു 3 കിലോമീറ്റർ അപ്പുറത്താണ്. എല്ലാ ഞായറാഴ്ച ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ട്. വന്ന് എന്തെങ്കിലും കാപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് സന്തോഷമായിട്ടാണ് അവൻ പോകുന്നത്. അവനിതുപോലെ അവൻ വീട്ടിൽ ഒരു പ്രാവ് അങ്ങനെയുള്ള പെറ്റ്സിൻ്റെ കൂടെയൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. മേളത്തിന് പോകും. സ്വന്തമായിട്ടൊരു ചെണ്ട മേടിച്ച് വെച്ചിട്ടുണ്ട്. ചെണ്ടമേളത്തിന് പോകും. ചെറുപ്പള്ളി സത്യനാശാന എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ കീഴിലാണ് പഠിക്കാൻ പോയത് മറ്റു കാര്യങ്ങൾ. ഇപ്പോൾ ജോലിക്കാണെങ്കിൽ പോലും ജോലിയിൽ അവിടെ കടയിൽ നിന്നിട്ടുള്ളവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവൻ 2 പേര് ജോലിയൊക്കെ ചെയ്യും. അപ്പോൾ അത്ര ചെയ്യുന്ന കാര്യത്തോട് 100% ആത്മാർത്ഥത്തോട് ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പുള്ളി ചെയ്തിട്ടുള്ളൂ. നല്ല സുഹൃത്ത് വലയങ്ങളുണ്ടായിരുന്നു. നല്ല സുഹൃത്ത്, നല്ല കൂട്ടുകാരുണ്ടായിരുന്നു. പക്ഷേ കൂട്ടുകാരിൽ ഏകദേശം പേരെ ഞങ്ങളിവിടെ കണ്ടിട്ടില്ല. കണ്ടവരുണ്ട്, ആത്മാർത്ഥമായിട്ട് നിന്നവരുണ്ട്. ചിലപ്പോൾ അവരുടേതായ കാരണങ്ങൾ കൊണ്ട് വരാത്തതായിരിക്കാം. പക്ഷേ ഞങ്ങൾക്ക് അത് അറിയില്ല. ഞങ്ങളുടെ കയ്യിലുള്ള തെളിവനുസരിച്ച് ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നു. പിന്നെ ഒരുവിധം ഞങ്ങൾക്ക് കിട്ടിയ അറിവുകൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഈ ഫോൺ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ മെസ്സേജുകൾ, ഇവയൊക്കെ നമ്മൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്ത മൊഴികളോടൊപ്പം നൽകിയവയാണല്ലോ. നൽകിയിട്ടുണ്ട്. ഇപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഫോണുമായിട്ട്
അവൻ്റെ വലിയച്ഛനും അതുപോലെ തന്നെ അവൻ്റെ ചേട്ടനൊക്കെ പോയിട്ടുണ്ട്, അങ്ങോട്ട് പോയിട്ടുണ്ട്. ഈ എടുത്ത ഏകദേശം വരുന്ന 40,000 രൂപയ്ക്ക് അപ്പുറം വലിയ എമൗണ്ട് മുൻപ് എടുത്തതായിട്ട് വല്ല അറിവുമുണ്ടോ? ഇത് ആദ്യമായിട്ടാണോ? ആപ്പ് ലോണിൽ വേറെ ഡീറ്റെയിൽ അറിയില്ല. ബാക്കി ഡീറ്റെയിൽ അവൻ പറഞ്ഞാലും അവൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. നിലവിൽ 1-2 പേരുടെ ഒന്നും അല്ലാതെ ക്യാഷ് വാങ്ങിയിട്ടുണ്ട് എന്നൊരു സംസാരമുണ്ട്. പക്ഷെ അത് ഞങ്ങൾക്ക് അറിയില്ല. അവരങ്ങനെ ക്യാഷ് ചോദിച്ചിവിടെ വന്നിട്ടുമില്ല. അവൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ടുള്ളതാണ് അറിയാമെന്നുള്ളത്, അല്ലാതെ അറിയില്ല. എന്തായാലും ഈ 40,000 രൂപയായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ ഇഷ്യൂ മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ദുരന്തത്തിന് കാരണം, മറ്റെന്തൊക്കെയോ ആണ്. അതിൻ്റെ ഒരു സൂചനയാണ് ഈ മോർഫ് ചെയ്ത ചിത്രങ്ങളുടെ പ്രചരണവും. കൂടുതൽ എമൗണ്ട് ആവശ്യപ്പെടുകയോ മറ്റെന്തെങ്കിലും രീതിയിൽ പ്രഷർ കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടാവണം എന്ന് വേണം നമുക്ക് കരുതാൻ, അല്ലേ? അതെ. അതാണ് ഞാൻ പറഞ്ഞത്. പുള്ളിക്കാരൻ ചെറിയൊരു കാര്യം മതി പെട്ടെന്ന് തളർന്നു പോകുന്ന ആളാണ്. ഈ വീഡിയോസും ഈ ഫോട്ടോസ് പെട്ടെന്ന് കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ, പക്ഷെ അവൻ ഞങ്ങളുടെ ഒരാളടുത്ത് ഷെയർ ചെയ്തിരുന്നെങ്കിലും ഞങ്ങൾക്ക് ആ കാര്യം ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമായിരുന്നു. ചെയ്തില്ല. പെട്ടെന്ന് പേടിച്ച് അവർ നല്ല ബ്ലാക്ക് മെയിലിംഗ് ആയിരുന്നു. ആ തരത്തിലുള്ള മെസ്സേജാണ് കിടക്കുന്നത് ഫോണിൽ. നിൻ്റെ മരണം ഞങ്ങളുടെ കൈ കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, നീ എത്ര ബ്ലോക്ക് ഇട്ടാലും നിനക്ക് ഇനി രക്ഷയില്ല. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ഫോട്ടോയും കൂടെ കണ്ടപ്പോൾ ഇനി വേറെ ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ചെയ്തതാണ്. സൂചി വയ്ക്കാൻ പോലും പേടിയില്ലാത്തവൻ, സൂചി വയ്ക്കും പോലും പേടിയുള്ളവൻ ഈ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള അവൻ പേടിച്ചിട്ടുണ്ട്. അതൊക്കെ എന്ത് ലാംഗ്വേജ് ആയിരുന്നു? ഹിന്ദിയാണോ ഇംഗ്ലീഷാണോ? അത് അവൻ്റെ കോൺടാക്റ്റ് ഉണ്ടായിരുന്ന ഏകദേശം എല്ലാവരുടെ പേര് ഫോണിലും ഈ സെയിം മെസ്സേജും അതുപോലെ തന്നെ ഫോട്ടോസും പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ ചിലർ മലയാളത്തിൽ സംസാരിച്ചവരുണ്ട്. ലാസ്റ്റ് അതായത് അവൻ്റെ അച്ഛനെ വിളിച്ച് സംസാരിച്ചവരുണ്ട്. മലയാളത്തിലുണ്ട്, ഹിന്ദിയിൽ സംസാരിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ടുണ്ട്, 3 ലാംഗ്വേജിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്യാങ്ങിൽ മലയാളികൾ ഉണ്ടെന്നുള്ളത് സ്പഷ്ടമാണ്. തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പം ഇവിടെ ഈ ഒറ്റപ്പെട്ട റിമോട്ടായിട്ടുള്ളൊരു വില്ലേജാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം. അവിടെയും ഇത്തരം വലിയ ട്രാപ്പിൻ്റേതായിട്ടുള്ള വലിയ ദുരന്തങ്ങളുടെ സൂചനയാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. ഇനിയും ഒരുപക്ഷെ യുവാക്കളിൽ ഇതുപോലെ ധാരാളം പേർ അകപ്പെട്ടിട്ടുണ്ടാവണം എന്ന് വേണം കരുതാൻ. കൂടുതൽ അന്വേഷണങ്ങൾ ശരിക്കും NIA പോലുള്ള വലിയ ടീം തന്നെ അന്വേഷിച്ചാൽ മാത്രം തെളിയാൻ പോകുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞവ. അതിൻ്റെ പിന്നിൽ വലിയ സംഘമുണ്ട്. ആ മാഫിയ ഏതാണ്, ഇൻ്റർനാഷണൽ ആണോ അതോ നമ്മുടെ തന്നെ ഇൻ്റർ സ്റ്റേറ്റിൽപ്പെട്ട മാഫിയാണോ എന്ന് മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. ഈ സംഗതിയുടെ സീരിയസ്നെസ് ചെറുതല്ല. ശരിക്കും ഒരു കുടുംബത്തിൽ നഷ്ടമായിരിക്കുന്ന ഒരു യുവാവ്, അതിലപ്പുറം ഇനിയും നഷ്ടമാകാൻ ചാൻസുള്ള മറ്റ് ജീവനുകളുണ്ട്. കാരണം അത്ര വലിയൊരു ട്രാപ്പിലാണ് ആ ആൺകുട്ടി പെട്ടത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ കൊച്ചു പ്രായത്തിൽ, അതും 20-21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുടുംബത്തിൻ്റെ നാഥനായി വളരേണ്ട ഭാവിയും പ്രതീക്ഷയുമുള്ള ഒരു കുട്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരു ചെറുപ്പക്കാരൻ, വെറും 21 വയസ്സുള്ള ഒരു കുട്ടി. ലോണുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഇപ്പോൾ പോലീസിൽ നിന്നും വീട്ടുകാരിൽ നിന്നുമൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത്. അവൻ ലോൺ എടുത്തുവെന്നും ആ ലോൺ എടുത്ത സംഘം തന്നെ അവനെ മറ്റൊരു രീതിയിൽ ട്രാപ്പ് ചെയ്ത് ചതിക്കാൻ ശ്രമിച്ചു. അതിൽ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. അത് അദ്ദേഹത്തിൻ്റെ യുവാവിൻ്റെ ബന്ധു തന്നെ നമ്മളോട് ഷെയർ ചെയ്യും. മോനെ, ഈ സംഭവം എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? സംഭവം എനിക്കറിയാവുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അനിയനാണ്, മാമൻ്റെ മോനാണ്. 4-ാം തീയതി ഏകദേശം ഒരു 12:30-12:45 ഞങ്ങൾ ഈ സംഭവം അറിയുന്നത്. പുള്ളി എന്തോ വിഷം എന്താ കഴിച്ചു, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വരണമെന്ന് പറഞ്ഞ് അവൻ ജോലി ചെയ്യുന്ന ഒരു ടയർ ഷോപ്പിലാണ് ആര്യനാട്, പുളിമൂട് വന്നിട്ട്, അർജുൻ ടയേഴ്സ്. അപ്പോൾ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞനുസരിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ നേരെ നെടുമങ്ങാട് അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ പോയപ്പോഴത്തേക്ക് പുള്ളി ഇത് ക്രിട്ടിക്കലാണ്. ICU വെന്റിലേറ്ററിലായില്ല, ICUലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ എന്താണ് സംഭവിച്ചത്. അങ്ങനെ രാവിലെ സന്തോഷമായിട്ട് വീട്ടിൽ നിന്ന് കാപ്പിയൊക്കെ കഴിച്ചിട്ട് എല്ലാവരും സന്തോഷമായിട്ട് ഇറങ്ങിപ്പോയതാണ്. അപ്പോൾ അവന് വേറെ തെറ്റായ രീതികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. എല്ലാവർക്കും അറിയാവുന്നവരാണ്, എല്ലാ കാര്യത്തിനും സഹകരിക്കുന്ന ഒരാളാണ്. ഞങ്ങളുടെയൊക്കെ വീട്ടിലൊക്കെ ഒരു ആവശ്യം വന്നാൽ ഓടി എത്തുന്ന ആളാണ്. അപ്പോൾ എൻ്റെ അനിയനാണ്, സ്വന്തം അനിയനാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പോയിട്ട് അവനെ ഇങ്ങനെ കാണുന്നു. പിന്നെ അവൻ്റെ ഫോൺ ഞങ്ങൾ കിട്ടി. ഫോൺ നമ്മൾ ഓപ്പണാക്കി നോക്കുമ്പോഴാണ് അതിലെ കാര്യങ്ങൾ കാണുന്നത്. ഒരു 2 ആപ്പിൽ ഒരു ലോണ് എടുത്തായിട്ട് കാണിക്കുന്നുണ്ട്, ഒരു 19,000 21,000. എന്നിട്ട് തുടരെ ഒരു നമ്പറിൽ നിന്ന് അവന് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. ആ മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ടും മറ്റു കാര്യങ്ങളെല്ലാം ഞങ്ങളിലുണ്ട്, സേഫായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, നീ ഇത്ര സമയത്തിനുള്ളിൽ 12 മണിക്കുള്ളിൽ ഇത്ര ക്യാഷ് തന്നില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ മരണം ഞങ്ങളുടെ കൈ കൊണ്ടാണ്, നിൻ്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അവൻ്റെ ഫോണിലുള്ള കോൺടാക്റ്റ് മൊത്തം അവർ ഹാക്ക് ചെയ്തിട്ട് ആ നമ്പറെല്ലാം തിരിച്ച് അവന് തന്നെ അയച്ചു കൊടുത്തിട്ട്, ഇപ്പോൾ ഒരു നമ്പർ ഇപ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയ്യുവാണെങ്കിലും അടുത്ത നമ്പറിലേക്ക് അവൻ്റെ ഫോട്ടോ, മോശമായിട്ടുള്ള ഫോട്ടോ, ഞാൻ ഫോട്ടോ കണ്ടതാണ്, ആ ഫോട്ടോ ഒരുപാട് അയച്ചു കൊടുത്തു. ഇപ്പോൾ മോർഫ് ചെയ്തിട്ട് മോശമായിട്ടുള്ള രീതിയിൽ അവൻ സ്നേഹിക്കുന്ന കുട്ടിയുടെ അച്ഛൻ്റെ, അമ്മയുടെയും അവൻ്റെ സ്നേഹിക്കുന്ന കുട്ടിയുടെയും അവൻ്റെ കൂട്ടുകാരുടെ എല്ലാ ഫോണിലും അയച്ചു കൊടുത്തു. അപ്പോൾ ഇത് കണ്ടവൻ പൈസ അറേഞ്ച് ചെയ്യാനായിട്ട് നോക്കി മാക്സിമം.
പൈസ എന്തിനാണ് പിന്നെ എടുത്തതെന്നും ഈ പൈസ കുറച്ച് അല്ലാതെ അറേഞ്ച് ചെയ്തതായിട്ട് അറിയുന്നുണ്ട്. അപ്പോൾ ആ പൈസ എടുത്തിട്ട് എന്താണ് ചെയ്തതെന്നുള്ള ക്ലാരിഫിക്കേഷൻ നമുക്കറിയില്ല. അത് പോലീസിൻ്റെ രീതിയിൽ അന്വേഷിച്ചാൽ മാത്രമേ അതിൻ്റെ രീതി എന്താണെന്നുള്ള ബാക്കി ഡീറ്റെയിലും പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റൊക്കെ എടുത്താൽ മാത്രമേ അറിയാൻ പറ്റൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതേ കണക്ക് അവൻ അങ്ങനെ എടുത്തതാണെന്ന് അറിഞ്ഞു. അപ്പോൾ നമ്മൾ അവനെ സംബന്ധിച്ചിടത്തോളം ചെറുതായിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ ചെറിയ ദേഷ്യത്തിൽ കളിക്കുകയാണെങ്കിൽ പറഞ്ഞാൽ പെട്ടെന്ന് കണ്ണുറയുന്ന ഒരാളാണ്. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയാൽ ഒരു സൂചി വയ്ക്കാൻ പോലും പേടിയാണ്. ഒരു മാസം മുമ്പ് പനി പിടിച്ചിട്ട് അവൻ്റെ അച്ഛനും അമ്മയും 2 കാലൊക്കെ പിടിച്ചു വെച്ചിട്ടാണ് ഇഞ്ചക്ഷൻ എടുത്തത്. അപ്പോൾ അങ്ങനെ ഒരാൾ പെട്ടെന്ന് ഈ ഒരു ആസിഡ് എടുത്ത് കുടിക്കണമെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടായിരിക്കും. അത് മീഡിയയും അതുപോലെ തന്നെ പോലീസും ബാക്കി അന്വേഷിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ റീസൺ എന്തെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇവൻ 12 മണിക്ക് 1-2 വരെ വെച്ച് പൈസ ചോദിച്ചു, ആയില്ല. എന്നിട്ട് അവൻ ഷോപ്പിൽ നിന്നൊരു 12:45 പുറത്തു പോകുന്നു. ഒരു 12:52 തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് നേരെ ഷോപ്പിൻ്റെ പുറകിൽ പോകുന്നു. പോയിട്ട് എന്തോ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ സ്റ്റാഫ് പുറകിൽ എന്തോ വേസ്റ്റ് എന്തോ കണ്ട് കളയാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് കണ്ടത്. അങ്ങനെ പുള്ളിക്കാരൻ വന്ന് പറഞ്ഞു, ഇവരെല്ലാം ബാക്കി പോയി. അതൊക്കെ CCTV ഞാൻ കണ്ടതാണ്, അല്ലാതെ എനിക്കറിയില്ല. പോയിട്ട് എന്നിട്ട് ഈവൻ കഴിച്ചു എന്ന് പറയുന്നതിൻ്റെ ബോട്ടിൽ അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. ബോട്ടിൽ അവിടെ പോയി എനിക്കറിയില്ല. ആ കടക്കാരറിയാതെ അവിടെ നിന്ന് പോവില്ല. അത് ഒരു ചോദിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ ബോട്ടിൽ കെട്ടിയിട്ടില്ല എന്താണെന്ന്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിലാണ് പറഞ്ഞത് ഫോമിക് ആസിഡാണ് ഉള്ളിൽ പോയിട്ട്. എന്തായാലും ആസിഡ് ഉള്ളിൽ പോയിട്ടുണ്ട്. അതിന് തൊട്ട് പിന്നെ വിഷം എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ബാക്കി വന്നാൽ മാത്രമേ നമുക്കറിയാൻ കറക്റ്റ്. മകൻ്റെ ദേഹവിയോഗത്തിലിരിക്കുന്ന ഒരച്ഛനാണ്, ചോദിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും അച്ഛൻ്റെ തണലായിട്ടുള്ളൊരു മകനാണ് ഇപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ വേറെയും കുടുംബങ്ങളിൽ വേറെയും ആൺകുട്ടികൾക്ക് ഇതേ ഒരു അവസ്ഥയ്ക്ക് ഇപ്പോൾ ചാൻസ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുപോലുള്ള ലോണ്, ആപ്പുകൾ, അതിൻ്റെ കിഡ്നാപ്പിങ്ങുകൾ, അത് അച്ഛൻ മുൻപ് അറിഞ്ഞിരുന്നോ മകൻ ഇങ്ങനെ ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം? ഒരിക്കലുമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ പിള്ള നമ്മൾ ഒരു കടയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ടയർ കടയിൽ പോയിട്ട് ഇവൻ ഒരു 2 വർഷം പൊയ്ക്കൊണ്ടിരുന്നു. അത് ആ കടയിലുള്ള പയ്യൻ ഇവനെ ചെല്ലണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മക്കളെ ഇനി കടയിൽ പോകലെന്ന് പറഞ്ഞ് കഴിഞ്ഞ മാസം 1-ാം തീയതിയിലാണ് ഇവനെ വീണ്ടും വിളിച്ചു. അപ്പോൾ ഞാൻ മക്കളെ ഞാൻ കടയിൽ പോകണ്ട, അവൻ ആ പൈലത്ത് കൂടായ്പാണ്, അത് ഈ കടയിലെ മോളി. എന്നിട്ട് എൻ്റെ പിള്ള നമുക്ക് ഒരു കാര്യം അറിഞ്ഞൂടാ. ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെട്ട് ടാപ്പിങ്ങും ചെയ്ത് തിരികെയും വളർത്തി ഇവൻ എന്തൊരു ചെന്ന് പെട്ടെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. എൻ്റെ പിള്ള ഒരു വാക്ക് എന്നോട് പറഞ്ഞെങ്കിൽ ഞാൻ അത് എന്തെങ്കിലും ചെയ്യാൻ. ഇനി ഞാൻ പറഞ്ഞ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, സത്യസന്ധമായിട്ട് പറഞ്ഞു. എൻ്റെ മോൻ പോയി, അത് പോയി. ഇനി ഒരു മക്കൾക്ക് ഇങ്ങനെ ഒരു ആപത്ത് വരലെന്ന് പറഞ്ഞാൽ കാണുമെന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പോൾ ഉള്ള മൊബൈലുള്ള കാലത്തിലും നമ്മൾ അതിൽ വിഷമമൊന്നുമല്ല. എനിക്കൊന്ന് മാത്രം അത് സത്യസന്ധമായിട്ട് പറയുന്ന കേസാണ്. ആനാട് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോയാണ്. അപ്പോൾ അവിടെയുള്ള എസ് ഐ ആരായിരിക്കും, യുവന്മാരായിട്ട് കമ്പനിയുണ്ട്. അത് നമ്മൾ ഈ കടയിൽ നിന്ന പയ്യനായിട്ടുള്ള കമ്പനിയുണ്ട്. ഇവർ ഇത്രയും ദിവസമായിട്ട് ഇവർ അന്വേഷണം വേണ്ട, അത് പോയിട്ട് കാര്യമില്ലെന്ന് ഇവർ പറയുന്നു. അപ്പോൾ അതിൻ്റെ പിറ്റേന്ന് ഈ കടയിലെ പയ്യൻ വിളിച്ചു വന്നു, നമ്മളെ പേരൊന്നും കേസ് കൊടുത്തതായില്ല. അപ്പോൾ ഞങ്ങൾ എന്താണ് വിഷയം, അതെല്ലാം അതേപോലെ അങ്ങനെ അന്വേഷണം ഞമ്മടെ അത് വെച്ചിട്ട് കുഴപ്പമില്ല, ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊരു സംശയം 99% എനിക്ക് സംശയം. എന്നിട്ട് എൻ്റെ പിള്ളയെ അത് സാധാരണ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞത്, എൻ്റെ പിള്ളയെ യുവന്മാർ, അപ്പോൾ എൻ്റെ കട വെച്ചാണ് സംഭവം, ഞാൻ വെട്ടിയിട്ടൊക്കെ വന്നതാണ് ഈ സംഭവം അറിയണത്. യവന്മാർ 10-15 മിനിറ്റ് വരെ ഈ കടയിൽ ബാക്കിൽ ഈ വിഷമടിച്ച് കിടന്ന യവനെ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ഒരു ചെന്ന്, എന്നിട്ട് അതാണ് ദുഷ്ടത, എനിക്ക് സഹിക്കാൻ പറ്റാത്തതാണ്. ഈ കടയിലെ പയ്യെ ഫോട്ടോ എടുത്ത് അവൻ്റെ ക്യാമറയിലാക്കിയ ശേഷം ഒരു ആട്ട വിളിക്കണമെന്ന് പറഞ്ഞാൽ 11-12 മണിയായി. അത്രയും സമയം വരെ എൻ്റെ പിള്ളേ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ സെൽഫി എടുക്കും മോഡലിൽ ഫോട്ടോ എടുക്കണം. അപ്പോൾ ആ കടയിലെ പയ്യനെ ഞാൻ എന്തൊരു പറയുന്നത് അവൻ, എന്നിട്ട് അതെനിക്ക് അത് പോട്ട് കുഴപ്പമില്ല. രണ്ടാമത് ഞാൻ ഇവിടെ നിന്ന് എൻ്റെ 750 രൂപയുണ്ട്. അപ്പോൾ ഞാൻ ഈ പിള്ളേയും ഇവിടെ നിന്ന് വണ്ടിയൊക്കെ വിളിച്ച് നേരെ മെഡിക്കൽ കോളേജ് ചെല്ലുകയാണ്. അപ്പോൾ എൻ്റെ സാറിനെ വിളിച്ച് ഒന്ന് കണ്ട് അപ്പോൾ അത്രയും ആവശ്യ നിലയിൽ ഞാൻ ഇരിക്കുകയാണ്. ഈ പയ്യൻ സാറേ നിങ്ങളെ കടയിലാണ് ഒരു സ്റ്റാഫുണ്ട്, ആ സ്റ്റാഫിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റുകളിൽ പൈസ തന്നെയാണ് ഞാൻ കൊടുക്കും, എത്ര ലക്ഷം കാര്യം ഞാൻ എൻ്റെ വീട് വിറ്റാലും കൊടുക്കും. ആ പയ്യൻ ഞാൻ അത്രയും ആവശ്യ നിലയായിട്ട് ഞാൻ ഇരുന്നപ്പോഴും എൻ്റെ പാക്കറ്റിൽ നിന്ന് 500 എടുത്തിട്ട് പറയണത്, ലക്ഷങ്ങളാണ് അവൻ പറയുന്നത്, ഇങ്ങനെ കോടിക്കണക്കിന് എനിക്ക് ആസ്തിയുണ്ട് മറ്റേണോ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവൻ്റെ കയ്യിൽ നിന്ന് 500 പാക്കറ്റിൽ നിന്ന് എടുക്കണം. അപ്പം ഞാൻ വന്നിട്ടടാ ഞാൻ വന്നിടാ ഉണ്ട്, എടുത്തോ 750 കൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ 500 നോട്ടെടുത്തിട്ട് പോയിട്ട് ആ പായൽ, എന്നിട്ട് അവൻ്റെ അച്ഛൻ വന്ന് പറയണത്
എനിക്ക് 6 ലക്ഷം രൂപ ഇങ്ങനെ ഉണ്ട്, മറ്റേ ഉണ്ട്, എൻ്റെ മോൻ 50 ലക്ഷം രൂപ ഉണ്ട്. എൻ്റെ പൊന്ന് തായ ഒരു എൻ്റെ കൂടെയാണ് ഒരു പയ്യൻ നിന്ന അതായത് നമ്മൾ എങ്ങനെ ആയാലും അവനെ ഞാൻ കൊണ്ടുവന്ന് ആശുപത്രിയിൽ കൊണ്ടുവന്ന് എൻ്റെ കുടുംബം വിറ്റാലും പക്ഷേ ഈ യവൻ നിന്ന കടയിൽ ആ പയ്യൻ എൻ്റെ പൊന്നതായ ഒരു 10 പൈസ അവൻ്റെ ഇല്ലെന്ന്, നിവർത്തിയില്ലെന്ന്, ലക്ഷങ്ങളാണ് അവൻ പറയുന്നത്. പിന്നെ പെയ്യാൻ നമുക്ക് നഷ്ടം തന്നെ. ചേട്ടാ, അവിടെ നിന്ന് ഏത് ഹോസ്പിറ്റലിലേക്കാണ് ഇവർ വൈകിയാണെങ്കിലും കൊണ്ടെത്തിച്ചത്? നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ജീവനുണ്ടായിരുന്നോ? ചെറുതായിട്ടുണ്ടായിരുന്നു. അടുത്ത് നേരെ അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ പറ്റുന്ന തോട്ടത്തിലുള്ള മോളി ഡോക്ടറാണ്. സാർ വന്ന് കണ്ടിട്ട് സഹിച്ച പാടാൻ സഹിച്ച പിന്നെ 2 ദിവസത്തിനകത്ത് വെച്ച് എന്തെങ്കിലും ഇത് ധൈര്യം നിൽക്കണമെന്ന് പറഞ്ഞു. ആസിഡാണ് കഴിച്ചത്? ആസിഡ് എന്നാണ് പറഞ്ഞത് സാർ. അതിന് പിന്നെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഇവന്മാർ ഈ വിഷം അടിച്ച് കിടന്ന നമ്മൾ കണ്ടില്ലല്ലോ, നമുക്ക് അതൊന്നുമില്ലല്ലോ. അപ്പൊ നിങ്ങൾ നേരെ നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ് ചെയ്തത്? അവിടെ ചെന്നപ്പം മെഡിക്കൽ കോളേജിൽ പോയി എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ വെച്ച് നിങ്ങൾ മോനെ കണ്ടില്ല? ഓ, മെഡിക്കൽ കോളേജിൽ പോയി കാണാം. മോനെ കണ്ടോ? കണ്ടു. അപ്പോൾ യവന്മാര് ഈ ആരാണ് ഇവന്റെ കടയിൽ വെച്ച് അടിച്ചെന്ന് പറഞ്ഞ ആ സ്ഥലത്ത് ഇതിനെല്ലാം കഴുകി ഈ കുപ്പിയും മാറ്റി എല്ലാം ചെയ്ത് ഇവന്റെ ഫോട്ടോ എടുത്തിട്ടാണ് ഇവൻ നേരെ ആട്ട വിളിച്ചാണ് കൊണ്ടുപോകുന്നത്. ആരാണ് ജംഗ്ഷനിലാണോ ഈ കട? അത് ആരാണ് പുളിമൂറെന്ന് പോയി. പുളിമൂട്. പിന്നെ ഇനിയിപ്പോൾ ഈ നമുക്ക് ഒരു മക്കൾക്ക് ഇങ്ങനെ ഒരു ആപത്ത് വരല്, അത് മാത്രമേ പറയുള്ളൂ. എൻ്റെ മോപ്പേ 21 വയസ്സ്, മാർച്ച് 22-ാം തീയതി ആകുമ്പോൾ 21 വയസ്സാവും. പിന്നെ സഹിക്കാൻ പറ്റൂല. പിന്നെ അപ്പോൾ അതിനൊന്നും പറയാനില്ല സാർ. ഞാൻ ഇനി നമുക്ക് ഇനി ഒരു മക്കൾക്ക് ഇങ്ങനെ ഒരു ആപത്ത് വരല്ലെന്ന് മാത്രമേ പറയാവുള്ളൂ. ഇല്ല, ഒന്നുമില്ല. ഓരോ കുടുംബത്തിൻ്റെയും ഓരോ നാടിൻ്റെയും നല്ല നല്ല സന്തോഷത്തിൻ്റെ നിമിഷങ്ങളെ വാർത്തയായി ചെയ്യാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല. നമുക്ക് ചുറ്റും നടക്കുന്നത് ഇതൊക്കെയാണ്. ജീവിതത്തിൽ ഇനി ബാക്കി എന്ത് എന്ന് ചോദിക്കുന്ന നിസ്സഹായരായ മാതാപിതാക്കളെയാണ് ഓരോ സംഭവത്തിൻ്റെ പിന്നാലെയും നമ്മൾ കാണുന്നത്. അവരുടെ അടുത്തേക്ക് മയക്കുമായി പോകാൻ പല സാഹചര്യങ്ങളിലും കഴിയാറില്ല. വാർത്തകൾ അപൂർണമാകുന്നത് യൂട്യൂബിൽ അത് പബ്ലിഷ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ്. അതിനൊരു ടെക്നിക്കൽ സൈഡുണ്ട്. പലതും നമുക്ക് കാണിക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന് ആ സഹോദരി കരഞ്ഞു പറയുന്ന ആ ഭാഗങ്ങളൊക്കെയും ഒഴിവാക്കുകയാണ്. സാറ്റലൈറ്റ് ചാനലുകളിൽ വാർത്തയിടുന്നത് പോലെ ഇടാനുള്ളൊരു സ്വാതന്ത്ര്യം യൂട്യൂബിലില്ല. അത് പ്രേക്ഷകർക്ക് അറിയാമല്ലോ. അതുകൊണ്ടാണ് ഈ കുഞ്ഞിൻ്റെ മുഖം മറച്ചിരിക്കുന്നത്. ആ കുട്ടി TTCക്ക് പഠിക്കുകയാണ്. ആ കുട്ടിയെയും അമ്മയെയും ഒക്കെ മോർഫ് ചെയ്യും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ യുവാവിന് ജീവിക്കാൻ കഴിയുക? അത്തരം മെസ്സേജുകളായിരുന്നു നിരന്തരം വന്നത്. അതൊക്കെയും ആ കസിൻ ബ്രദർ എനിക്ക് അയച്ചു തന്നായിരുന്നു. ഞാനതിവിടെ ഇടുന്നില്ല, ഇടാൻ കഴിയില്ല. അതുകൊണ്ടാണ്. ആ മെസ്സേജിൻ്റെ ഉള്ളടക്കത്തിൽ ഉണ്ടായിരുന്നത് ധാരാളം അശ്ലീല ചിത്രങ്ങളായിരുന്നു. ആ യുവാവിനെ കൂടി ഉൾപ്പെടുത്തി മോർഫ് ചെയ്തവ. എന്ത് കഷ്ടമാണ് ഇത്! ഒരു ലോൺ ആപ്പ് വഴിക്ക് മാത്രം സംഭവിച്ചതാണോ അല്ലയോ എന്നുള്ള കാര്യമൊക്കെ പോലീസ്, സൈബർ സെൽ ഒക്കെ അന്വേഷിക്കട്ടെ. പക്ഷേ ഇവിടെ ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത് ഒരു വാർത്ത മാത്രമല്ലല്ലോ, നമുക്ക് ചുറ്റും ഇത് നടക്കുകയാണല്ലോ. അതുകൊണ്ടാണ് നാം ഉത്കണ്ഠപ്പെടേണ്ടത്, വേദനിക്കേണ്ടത്. കുടുംബത്തിന് എന്താണ് ചെയ്യാൻ കഴിയുക? ഒരു തലമുറ മുഴുവൻ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ, അതിൽ നിന്ന് കണ്ണെടുക്കാതെ ആഹാരം കഴിക്കുന്നവർ, അതിനോടൊപ്പം പോയി അതിനെ കൂടെ കൊണ്ടുപോയി കുളിക്കുന്നവർ, കുടിക്കുന്നവർ, യാത്ര ചെയ്യുന്നവർ, തിരക്കുള്ള റോഡുകളിൽ സഞ്ചരിക്കുന്നവർ, വീട്ടിൽ മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ മിണ്ടാൻ സമയം കണ്ടെത്താത്തവർ, അത്രയധികം മാരകമായ രീതിയിൽ ഫോൺ അഡിക്ഷൻ സംഭവിച്ച് പിന്നെ എന്തൊക്കെയാണതിൽ കാട്ടിക്കൂട്ടുന്നത് എന്ന് ഇതുപോലെ ഓരോ സംഭവങ്ങൾ വന്നതിനു ശേഷം മാത്രമാണ് ആ മൊബൈൽ വഴിക്ക്, സൈബർ സെല്ല് വഴിക്ക്, പോലീസ് വഴിക്ക് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിയുന്നത്. വേണ്ട, ആരെയും അനുസരിക്കണ്ട. പക്ഷേ ശ്രദ്ധിക്കണം മക്കളെ, ചുറ്റിലും അപകടക്കെണികളാണ്, ചതിക്കുഴികളാണ്. ശ്രദ്ധിക്കണം, വേണമെങ്കിൽ ശ്രദ്ധിക്കണം. സ്നേഹത്തോടെ, സാഫ്രോൺ.